ഹായ് ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ഒരു ദോശയാണ്. അത് എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ദോശ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ നമുക്ക് ചട്നി ഉണ്ടാക്കണം. ചട്നി ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് സവോള, അതേപോലെ പിന്നെ ഈ വറ്റൽമുളക് എന്ന് പറഞ്ഞാൽ ചുവന്ന മുളക്, ഉണക്കമുളക് എന്നൊക്കെ പറയൂലേ, അത് പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം. കുറച്ച് ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. ഇത് ഇത്രയും കൂടെ ഒഴിച്ചിട്ട് മിക്സിയിൽ വെച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും. ഇത് എൻ്റെ കുട്ടികൾക്കും എനിക്കും ഒക്കെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ദോശ ഇടുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് മതി. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ പക്ഷേ ബൂവിന് ഇഷ്ടമല്ല. അത് ഓരോരുത്തർക്കുള്ള ടേസ്റ്റാണല്ലോ. അപ്പം നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അതിനായിട്ട് ഒരു ദോശക്കല്ല് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഒരാൾക്ക് എത്ര തിന്നാൽ വയറ് നിറയും എന്നുള്ളത് അറിയാമല്ലോ. ചിലർ 1-2 ദോശ തിന്നുമ്പോൾ വയറ് നിറയും. അപ്പോൾ ഇതിൻ്റെ കൂടെ മുട്ടയും കൂടെ ഉള്ളത് കൊണ്ട് ഒരു ദോശയിൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞ് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ ദോശമാവ് ഒഴിച്ചു. ഞാനൊരു 1.5 തവി ദോശമാവ് ഒഴിച്ചു. അതേപോലെ 2 മുട്ട ഒഴിച്ചു. 2 മുട്ടയും പൊട്ടിച്ചിട്ടിട്ടതിന് ശേഷം നമ്മൾ ചട്ടുകം വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ ആവാം. ഞാനിപ്പോൾ ചട്ടുകം വെച്ചിട്ട് തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ. നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതും കൂടുതൽ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കുമല്ലോ. ഓയിൽ കഴിക്കാത്തവരുണ്ടാവും, കഴിക്കുന്നവരുണ്ടാവും. കഴിക്കാത്തവർ അത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോരുത്തർക്കുള്ള ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓയിൽ, ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും, നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഒന്ന് മറിച്ചിടുക. മുട്ട ഒന്ന് വെന്ത് വരുന്ന നമുക്കൊരു കുറച്ച് തിക്കായിട്ട് വരുന്നത് കാണാമല്ലോ. അപ്പോൾ അത് നമ്മൾ ദോശ മറിച്ചിട്ടതിന് ശേഷം മുട്ട ഒന്ന് വേവാനുള്ളൊരു സമയം എടുത്തതിന് ശേഷം അത് വീണ്ടും തിരിച്ചിട്ടതിന് ശേഷം വേണം നമ്മൾ ആ ചട്നി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ചട്നി കരിഞ്ഞു പോകും. ഇപ്പോൾ ഈ മുട്ടയുടെ മുകളിൽ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ചട്നി കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മുട്ട വെന്തതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിലേക്ക് മാത്രം ഈ ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അത് തിരിച്ചിടരുത്. അത് നേരെ ഇതേമാതിരി ഫോൾഡ് ചെയ്ത് വെക്കുക. ഫോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒന്നും കൂടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത്, അപ്പോൾ നല്ല മണം വരുന്നത്, നല്ലൊരു മണം വരും അതിന്. അപ്പോൾ എന്നിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് ആ ചട്നി കുറച്ച് ഒഴിച്ച് സൈഡിലിട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. അതേപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട് വെക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. കാരണം പട്ടികളുണ്ട്, പട്ടികൾക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വർക്കേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വർക്കേഴ്സിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഗ്യാസ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഗ്യാസ് ഇല്ലാണ്ടായി. അപ്പോൾ പട്ടികൾക്ക് ചോറ് വെക്കണമല്ലോ. അങ്ങനെ ഞാൻ അടുപ്പിൽ ചോറ് വെച്ച്, ചോറും പിന്നെ ലിവർ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. ലിവറും കറി വെച്ചു. എന്നിട്ട് അവിടെ കുറച്ചൊരു മുറ്റമുണ്ട് അതവിടെ. ആ മുറ്റത്തിൽ ഒരു പ്ലാവ് നിൽപ്പുണ്ട്. അതിൽ നിന്ന് നിറയെ ഇലയാണ് വീഴുന്നത്. ആ ഇല എന്നും ഇല ഉണ്ടാവും. അത് ഡെയിലി അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും തൂത്ത് വാരിയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിക്ക് വന്ന് കിടക്കും അതവിടെ. പിന്നെ അതുമാത്രമല്ല, തണുപ്പുള്ള സ്ഥലവും കൂടെ ആയതുകൊണ്ട് ഈ പാമ്പും ഒക്കെ അതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പം താഴെ തോട്ടത്തിലോട്ടൊന്ന് ഇറങ്ങണം. കാരണം ഇനിയിപ്പോൾ കാപ്പി പറിയുടെ നേരമായിട്ടുണ്ട്. അപ്പോൾ കാപ്പി പഴുത്തോ ഇല്ലയോ എന്നൊക്കെ നോക്കണമെന്ന്.
കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് കാപ്പിയൊക്കെ രണ്ട് രീതിയിലാണ്. കാരണം സമയം ഓരോ ഓരോ ഇതായിട്ട് കുറച്ച് പഴുക്കും, കുറച്ച് പഴുക്കാണ്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അത് നോക്കണം. അപ്പോൾ അതിനിപ്പോൾ പാട്ടക്കാരൊക്കെ വന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാട്ടക്കാർക്ക് കൊടുക്കണോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പണിക്കാരെ വെച്ചിട്ട് പറിപ്പിക്കണോ, അതും ഇനി നമ്മൾ തന്നെ പറിക്കണോ. കാരണം നമ്മൾ തന്നെ പറിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം കൂടുതൽ കാപ്പി ഇല്ല. കാപ്പി കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ചൊക്കെ കുറവാണ്. അപ്പോൾ ഈ കാപ്പി കവാത്ത് അതൊക്കെ ചെയ്തത് കൊണ്ട് പിന്നെ ഇപ്രാവശ്യം കുറവാണേ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് കുറച്ച് കൂടുതലുണ്ടാവും. കാരണം പുതിയ ശീരങ്ങളൊക്കെ പൊട്ടി വന്നിട്ട് അതിനകത്തു നിന്നൊക്കെ കാപ്പി പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ തെങ്ങിൻ്റെ ചുവട്ടിൽ പന്നിയെ കൊണ്ട് ഭയങ്കര ശല്യമെന്ന് പറഞ്ഞാലും വരെ ഭയങ്കര ശല്യം. അത് താഴെ വീഴുന്ന തേങ്ങയൊക്കെ പറിച്ചും കൊണ്ട് എടുത്തിട്ട് നന്നായിട്ട് തൊണ്ടൊക്കെ പൊളിച്ച് അത് തിന്നിട്ട് പോവും. അതേപോലെ വാഴ നട്ടേക്കുന്ന വാഴയൊക്കെ കുത്തിക്കളച്ചിട്ട് അതിൻ്റെ മണമെന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ എടുത്ത് തിന്നും. അതൊക്കെ തിന്ന് നശിപ്പിച്ചിട്ടിട്ട് പോവും. അപ്പോൾ അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴേ കുറച്ച് കാന്താരി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാന്താരി പറിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് താഴോട്ട് തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയത്. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഭാഗങ്ങളിലൊക്കെ കാപ്പി പഴുത്തിട്ടുണ്ട്, കുറച്ച് പച്ചയായിട്ട് ഇപ്പുണ്ട്. അപ്പം നമ്മുടെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു ഇപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം അതൊക്കെ നോക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ പഴുത്ത കാപ്പിയൊക്കെ കുറേ ഈ കുരങ്ങ് വന്നിട്ട് കുരങ്ങും തിന്നിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ മധുരമുള്ള തോല് ഭാഗം ഉണ്ടല്ലോ, ആ പുറം ഭാഗമൊക്കെ ഈ കുരങ്ങ് ഇരുന്നിട്ട് തിന്നും. അതേപോലെ തന്നെ മറ്റേ വേറെ ഈ മരപ്പെട്ടിയോ അങ്ങനെ ഒരു ജീവിയുണ്ട്, രാത്രിയിൽ വരും. അതും ഇതേപോലെ തന്നെ തിന്നിട്ട് പിന്നെ അതും അവിടെ അതിൻ്റെ കുരുവൊക്കെ താഴെ വീണ് കിടക്കും. അതും ഒരു പണിയാണ്, അത് നുള്ളി പറക്കുന്നത്. പിന്നെ ഈ മരപ്പെട്ടിയുടെ കാഷ്ടം ഉണ്ടാവും. മരപ്പെട്ടി ഇത് തിന്നിട്ട് മരപ്പെട്ടിയോ വരുവോ അങ്ങനെ എന്തോ പറയും അതിന്, അത് തിന്നിട്ട് അതിൻ്റെ കാഷ്ടം അവിടെയൊക്കെ വീണ് കിടപ്പുണ്ടാവും. അത് നോക്കുമ്പോൾ അതിനകത്തുണ്ടാവും ഈ കുറേ കുരു. ഇത് കണ്ടോ, ഇത് പന്നി അങ്ങ് തോട്ടത്തിൽ താഴെ ചെന്നിട്ട് നോക്കുമ്പോൾ പന്നി ഇവിടുന്ന് തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പൊളിച്ച് തിന്നേക്കുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും മനുഷ്യർ പൊളിച്ച് കഴിച്ചതാണെന്ന്. അതേ രീതിയിലാണ് പന്നി പൊളിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക്